ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വചനചിന്ത എന്ന യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനേരം ചിന്തയ്ക്ക് ആധാരമായി യോശുവ പുസ്തകം 7-ാം അധ്യായം 1-ാം തിരുവചനം വായിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ചൊരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഹാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലതെടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ചൊരിച്ചു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനങ്ങൾ, നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ചിന്താ വിഷയം എന്നത് തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം എന്നതിനെ കുറിച്ചാണ്. യോശുവ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കനാൻ ദേശത്തേക്ക് വെച്ച് ചോദ്യം ചെയ്യപ്പെട്ട പാപത്തെക്കുറിച്ചാണ് യോശുവ പുസ്തകം 7-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം ചെങ്കടൽ വഴിയൊരുക്കി ദൈവം ചെങ്കടൽ കടന്നു, യോർദാൻ കടന്നു. ഇത്രത്തോളം വിടുതലൊക്കെയും ഇസ്രായേൽ ജനം അനുഭവിച്ചിട്ടും അവരുടെ പാപപ്രവണത അവരെ വിട്ടുമാറിയില്ല. അവർ പാപമുള്ളവരായി പാപ വഴി തെറ്റായ ജീവിതം അവർ നയിക്കുവാനിടയായി. തെറ്റായ ജീവിതം നയിച്ചതിനാൽ, പാപ വഴികളെ ഉപേക്ഷിക്കാത്തതിനാൽ ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഭക്തനായ മോശ ഹോരേബ് മുൾപ്പടപ്പിൽ, കത്തുന്ന മുൾപ്പടപ്പിൽ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാനിടയായി. ദൈവത്തിന്റെ ശബ്ദം കേട്ടത് ഇപ്രകാരമാണ്. ഭക്തനായ മോശയോട് ദൈവം അരുളി ചെയ്തത്, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിലെ ചെരുപ്പിനെ അഴിച്ചു മാറ്റുക. അവിടെ പറയപ്പെടുന്നത്, ഭക്തനായ മോശയോട് ദൈവം പറഞ്ഞത്, അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഇപ്രകാരമാണ്. മോശേ, നിനക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കലേക്ക് വരണമെങ്കിൽ നിന്റെ പഴയ വഴികളെ നീ ഉപേക്ഷിക്കുക. നിന്റെ പാപ വഴികളെ, നിന്റെ പഴയ സ്വഭാവത്തെ ഉപേക്ഷിക്കുക. എന്നിട്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കലേക്ക് വരിക എന്ന്. യോശുവ പഴയ ജീവിതത്തെ, പഴയ സ്വഭാവത്തെ മാറ്റിയിട്ടാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കലേക്ക് പോകുവാനിടയായത്. നമുക്ക് പലപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത് നമ്മുടെ പഴയ ജീവിതം, പഴയ പാപ സ്വഭാവം നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. പാപ സ്വഭാവത്തെ മാറ്റി പഴയ വഴികളെ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അഭിഷേകമുള്ളവരായി മാറിയാൽ നമുക്ക് ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിപ്പാൻ കഴിയും, ദൈവ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ കഴിയും. ഒന്ന് നോക്കണം, ഇവിടെ ഇസ്രായേൽ ജനങ്ങൾ ഹായി പട്ടണത്തിലേക്ക് യുദ്ധം ചെയ്യുവാൻ തയ്യാറെടുക്കുകയാണ്. ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നത് ഹായി പട്ടണം ഒരു വലിയ പട്ടണമല്ല, ഹായി പട്ടണം ചെറിയൊരു പട്ടണമാണ്. ഭക്തനായ യോശുവ ഹായി പട്ടണത്തെ ഉറ്റുനോക്കുവാനായി ഒറ്റുകാരെ അയക്കുന്നുണ്ട്. ഒറ്റുകാർ പോയിട്ട് അവർ ഹായി പട്ടണത്തെ ചെന്ന് നോക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്നത് കനാന്യർ. അപ്പോൾ കനാന്യരെ നോക്കുന്നുണ്ട്, ഹായി പട്ടണത്തെ നോക്കുന്നുണ്ട്. ഹായി പട്ടണം ചെറിയൊരു പട്ടണമാണ്. ആ ചെറിയ പട്ടണത്തെ തോൽപ്പിക്കുവാൻ ഒരു പ്രയാസവുമില്ല, വളരെ എളുപ്പമാണെന്ന് അവർ ചിന്തിക്കുവാനിടയായി. അവർ വന്ന് പറഞ്ഞത് 2000 അല്ലെങ്കിൽ 3000 പേരെ അയച്ചാൽ മതി, നമുക്ക് വിജയം ഉറപ്പാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ആത്മവിശ്വാസമായി. കാരണം ചെറിയൊരു പട്ടണമാണ്. യെരിഹോ മതിലിനെയൊക്കെ പ്രാർത്ഥിച്ചതാണ്. യെരിഹോ മതിലിന് ചുറ്റും അവർ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവർ നടന്നു പ്രാർത്ഥിച്ചതാ. യെരിഹോ മതിൽ അവർക്ക് മുമ്പ് വീണെങ്കിൽ ചെറിയൊരു പട്ടണം, ഹായി പട്ടണത്തെ തോൽപ്പിക്കാൻ എന്ത് എളുപ്പമാണെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ നമുക്കറിയാം അവിടെ എന്ത് സംഭവിച്ചു വന്ന്. 3000 പേർ യുദ്ധത്തിന് പോയി. അവർ യുദ്ധത്തിന് ദയനീയമായി പരാജയപ്പെടുക മാത്രമല്ല, 36 പേർ മരിപ്പാനിടയായി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരത്തിലാണ് നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നത്. അനേകം വിജയങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു, എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിജയിപ്പാൻ സാധിക്കാതെ നാം പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഇവിടെ നാം ഒന്ന് ആഴമായി പരിശോധിച്ചു കഴിഞ്ഞാൽ, ഹായി പട്ടണത്തിലെ കനാന്യർ അവർ ശക്തരായത് കൊണ്ടല്ല ഇസ്രായേൽ ജനം പരാജയപ്പെട്ടത്. ഓർക്കണം, ഇസ്രായേൽ ജനം ബലഹീനരായത് കൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്. ഇസ്രായേൽ ജനം ബലഹീനരായപ്പോൾ ഹായി പട്ടണത്തിലെ കനാന്യർ ശക്തരാകുവാനിടയായി. പലപ്പോഴും നമുക്ക് പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആരാധിക്കാതിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം മുറുകെ പിടിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, പഴയ വഴികൾ ഉപേക്ഷിക്കാതെ ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്ന് പാപ വഴിയിലേക്ക് പോകുമ്പോൾ ശത്രുവാകുന്ന പിശാച് കുടുംബത്തിലേക്ക് കടന്നു ചെല്ലും. ശത്രുവാകുന്ന പിശാച് നമ്മുടെ സഭയ്ക്കകത്ത് കയറും. ശത്രുവാകുന്ന പിശാച് ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നാം ബലഹീനരാകും.
നമുക്ക് വിജയിപ്പാൻ കഴിയത്തില്ല. അനേകം പരാജയങ്ങൾ നമുക്ക് സംഭവിക്കാനിടയായി. ആയതിനാൽ നാം ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കണം. നാം അന്നന്ന് നമ്മുടെ കുറവുകളെ, നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് നാം പ്രാർത്ഥിച്ച് നാം ശക്തരാകണം. നമ്മുടെ ബലഹീനതകളെ നാം കണ്ടെത്തണം. ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയണം. നോക്കണമേ, ഭക്തനായ ഏലിയാവ് യാഗപീഠത്തെ ഒരുക്കുമ്പോൾ ഇടിഞ്ഞു കിടന്നതിനെ കണ്ടെത്തി ഭക്തനായ ഏലിയാവ് അവയെ പണിയുവാനിടയായി. ഭക്തനായ ഏലിയാവ് ഇടിഞ്ഞു കിടന്നതിനെ പണിഞ്ഞപ്പോഴാണ് സ്വർഗത്തു നിന്നും തീ ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ വചനം ശ്രവിക്കുന്ന സഹോദരങ്ങളോടൊന്ന് വിളിച്ചു പറയാം, ആമേൻ. ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിപ്പാൻ സാധിക്കാത്തത് എന്താണെന്ന് നാം കണ്ടെത്തണം. ദൈവസന്നിധിയിൽ തെറ്റുകളെ, കുറവുകളെ, ഇടിഞ്ഞു കിടക്കുന്നതിനെ സകലത്തെയും ഇറക്കി വെച്ച് നാം പരിഹരിക്കണം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ നമ്മുടെ പാപത്തെ കഴുകി മാറ്റണം. നാം ശക്തരാകണം. നാം ബലഹീനരല്ല, നാം ശക്തരാകണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നുവെന്ന് നമുക്ക് പറവാൻ കഴിയണം. അങ്ങനെ പറവാൻ കഴിയണമെങ്കിൽ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ ജനം ശക്തന്മാരായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ ബലഹീനരായി മാറി. അവർക്ക് വിജയിക്കുവാൻ കഴിയുന്നില്ല. അവർ ചെറിയൊരു ഹായി പട്ടണത്തിൽ നിന്ന് അവർക്ക് വിജയിപ്പാൻ കഴിയാതെ അവർ പരാജയപ്പെടുവാനിടയായി. അവർ ബലഹീനരാകുവാൻ കാരണം അവരുടെ പാപമാണ്. ആമേൻ. ചിലർ പാപം ചെയ്തതിനാൽ എല്ലാവർക്കും പരാജയം സംഭവിക്കാനിടയായി. ചിലർ പാപം ചെയ്തതിനാൽ 36 പേർ അവർക്ക് നഷ്ടപ്പെടുവാനിടയായി. 36 പേർ മരിപ്പാനിടയായി. അപ്രത്യക്ഷമായ പരാജയം അവർക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഭക്തനായ യോശുവ വസ്ത്രത്തെ കീറി. ഭക്തനായ യോശുവയുടെ കണക്കുകൂട്ടലുകളൊക്കെയും തെറ്റി. ഇനി എന്താകുമെന്നുള്ള ആകുല ചിന്തകൾ ഭക്തനായ യോശുവയെ ഭരിച്ചിരുന്നു. ഭക്തനായ യോശുവ വസ്ത്രം കീറിയിട്ട് നെടുവീർപ്പോടുകൂടെ മൂപ്പന്മാരോടൊപ്പം കിടന്നു. ഭക്തനായ യോശുവയുടെ ഹൃദയത്തിനകത്ത് 3 ചിന്തകളാണുള്ളത്. ഒന്നാമത്തത്, യഹോവ എന്തിന് ഇസ്രായേൽ ജനങ്ങളെ യോർദാൻ കടത്തി ഇക്കരക്കൊണ്ടെത്തിച്ചു? രണ്ടാമത്തെ ചോദ്യം, ജനങ്ങളോട് ഭക്തനായ യോശുവ എന്ത് പറയും? മൂന്നാമത്തെ ചോദ്യം, ദൈവം ഇനി എന്ത് ചെയ്യും? ഇത്തരം ചോദ്യങ്ങളൊക്കെയും ഹൃദയത്തിനകത്തുള്ളപ്പോൾ ഭക്തൻ നിലവിളിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സന്ധ്യ ആയപ്പോഴാണ് ഭക്തനായ യോശുവ ദൈവശബ്ദം കേട്ടത്. ദൈവശബ്ദം കേട്ടപ്പോൾ ഭക്തനായ യോശുവ തിരിച്ചറിഞ്ഞു, തോൽക്കുവാനുണ്ടായ കാരണം ഇസ്രായേൽ ജനതയുടെ പാപമാണ്. പാപം ശാപമായി മാറി. ഇനി പാപത്തെ നീക്കിക്കളഞ്ഞാലേ, പാപക്കറകളെ നീക്കിക്കളഞ്ഞാലേ ദൈവം ഭക്തനായ യോശുവയോടും ഇസ്രായേൽ ജനങ്ങളോടും കൂടെ ഉണ്ടാകത്തുള്ളൂ. പാപത്തെ നീക്കിക്കളയണം, അല്ലെങ്കിൽ ഇനിയും പരാജയം സംഭവിക്കും. ഇന്ന് വചനം ശ്രവിക്കുന്ന ഏവരോടും ദൈവവചനം നൽകുന്ന ഒരു സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ തുടരെ ഉണ്ടാകുന്ന പരാജയത്തിന് കാരണം നമ്മുടെ പാപമാണ്. അതിനാൽ നമ്മുടെ പാപത്തെ പൂർണ്ണമായി നാം കഴുകിക്കളയണം. അതിനെ കഴുകിക്കളയുവാൻ ശുദ്ധിയുള്ള ഒരേ ഒരു രക്തമേ ഉള്ളൂ. അത് കാൽവരി ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ശുദ്ധിയുള്ളവരായി മാറി. നമ്മുടെ പാപക്കറകളെ മാറി പാപക്കറകളെ കഴുകി നാം ശുദ്ധിയുള്ളവരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വിജയം സംഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാൽ യോശുവ മനസ്സിലാക്കി, ഇനി പ്രാർത്ഥിപ്പാനുള്ള സമയമല്ല, ഇനി പ്രവർത്തിപ്പാനുള്ള സമയമാണ്. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, യോശുവ പുസ്തകം 7-ാം അധ്യായം 10-ാം വചനം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. ദൈവശബ്ദം കേട്ടപ്പോൾ പിടിക്കപ്പെടാതിരുന്ന ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാനെ എപ്രകാരമാണ് പിടിച്ചതെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് തെളിവ് ലഭിക്കുന്നില്ല എങ്കിലും വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിൽ തെളിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ പിടിക്കപ്പെടാതെ വരുമ്പോൾ ഒരുവന്റെ പേര് അവർ മനസ്സിലാക്കുന്നത് ചീട്ടിടുക എന്നതാണ്. നമുക്കറിയാം, ഭക്തനായ യോനയോട് ദൈവം പറഞ്ഞു, നിനവയിലേക്ക് പോവുക. യോന നിലവിലേക്ക് പോകാതെ നിനവെ പട്ടണത്തോട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാതെ ഒളിച്ചോടുവാൻ തീരുമാനിച്ചു. തർശീശിലേക്ക് പോയി. അപ്പോൾ ചുറ്റുമുള്ളവർക്ക് പ്രതികൂലങ്ങൾ കടന്നു വന്നു. ആ കപ്പലിൽ ആരൊക്കെ ഇരുന്നോ അവർക്കൊക്കെയും
പ്രതികൂലങ്ങൾ സംഭവിക്കാനിടയായി. പ്രതികൂലമാകുന്ന തിരമാലകൾ, കാറ്റ്, ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് സംഭവിച്ചപ്പോൾ അവർ നറുക്കിട്ടു, അവർ ചീട്ടിട്ടു. ആ നറുക്ക് ചീട്ട് വീണത് യോനയുടെ പേരായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമം നമുക്ക് പഠിക്കുമ്പോഴും അവിടെ അറിയാം, കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ തിരുവസ്ത്രം ലഭിക്കാനായിട്ട് അവർ നറുക്കിട്ടു. അവർ നറുക്കിട്ട് അവർ വസ്ത്രത്തെ ഭാഗിച്ചെടുത്തതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നു, ഇസ്രായേൽ ജനത ഇത്തരമൊരു പ്രശ്നം കടന്നു വന്നപ്പോൾ അവർ ഇത് ഏത് ഗോത്രമാണെന്ന് നറുക്കിട്ടിരിക്കണം. അപ്പോൾ അവർക്ക് നറുക്ക് വീണത് യഹൂദ ഗോത്രം. ആരുടെ മകൻ ഒരു നറുക്ക് വീണിട്ടുണ്ടാകും? സേരകിന്റെ മകൻ. വീണ്ടും അടുത്ത പേര് സബദിയുടെ മകൻ, കർമിയുടെ മകൻ ആഹാൻ. അവൻ ഞാൻ പറയപ്പെട്ടത് യോശുവ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ 1-ാം വചനത്തിൽ വ്യക്തമായിട്ടാണ് അവൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ചൊരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ ആദ്യം ഗോത്രം പറഞ്ഞു. സേരകിന്റെ മകനായ സബദിയുടെ മകനായ കർമിയുടെ മകനായ ആഹാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് നറുക്ക് വീണത് ആഹാന്റെ പേരിലാണ്. എവിടെ മറഞ്ഞിരുന്നാലും എവിടെ ഒളിച്ചിരുന്നാലും നാം ചെയ്ത തെറ്റുകൾ ദൈവം കാണുന്നുണ്ട്. ദൈവസന്നിധിയിൽ നാം ചെയ്ത തെറ്റുകളൊന്നും മറവല്ല. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിന്റെ കണ്ണിൽ നമുക്കൊന്നും മറപ്പാൻ സാധിക്കത്തില്ല. നോക്കണമേ, ആഹാന്റെ പേര് വെളിപ്പെട്ടപ്പോൾ അവന്റെ പിതാക്കന്മാരുടെ പേരൊക്കെയും വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചു. ഒരുപക്ഷെ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, ആഹാന്റെ പിതാക്കന്മാർ ഒരുപക്ഷെ നല്ല ഭക്തന്മാരായിരുന്നിരിക്കാം. അവർ ദൈവത്തിന്റെ കൽപ്പനയൊക്കെയും പാലിച്ച് നല്ല മനുഷ്യരായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ആഹാൻ കാരണം അവരുടെ പിതാക്കന്മാരുടെ പേർക്ക് പോലും അപമാനം സംഭവിക്കാനിടയായി. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, നാം ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് ചുറ്റുമുള്ളവരാണ് ആ പ്രശ്നത്തിനൊക്കെയും കഷ്ടത അനുഭവിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, പത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ കുടുംബത്തെക്കുറിച്ച് ആ പത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. അതിനാൽ ഇവിടെ ശ്രദ്ധിക്കണമേ, ആഹാൻ എന്ന ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്തപ്പോൾ അവൻ വിലപ്പെട്ടതൊക്കെയും അവൻ കുഴിച്ചിട്ടപ്പോൾ ശപഥാർപ്പിത വസ്തുവൊക്കെയും മറവ് ചെയ്തപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് 36 പേരുടെ ജീവനാണ്. അവിടെ നഷ്ടപ്പെട്ടത് അവന്റെ കുടുംബത്തിന്റെ സൽപ്പേരാണ്. അവിടെ നഷ്ടപ്പെട്ടത് അവന്റെ കുടുംബത്തിലെ പിതാക്കന്മാരുടെ പേരാണ്. അതിനാൽ നാം ദൈവസന്നിധിയിൽ നേരോടുകൂടെ ജീവിക്കണം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യം, ആഹാൻ ദൈവസന്നിധിയിൽ തന്റെ തെറ്റിനെ ഏറ്റുപറഞ്ഞിരുന്നെങ്കിൽ ദൈവം ആഹാനോട് ക്ഷമിക്കുമായിരുന്നു. യുദ്ധത്തിൽ ഹായി പട്ടണത്തിലെ യുദ്ധം ചെയ്യുമ്പോൾ അവർ വിജയിക്കുമായിരുന്നു. 36 പേരുടെ ജീവൻ നിലനിൽക്കുമായിരുന്നു. എന്നാൽ അവസാനം അവന്റെ തെറ്റുകളെ കണ്ടുപിടിക്കുന്നത് വരെ അവൻ ദൈവസന്നിധിയിൽ തെറ്റുകളെ ഏറ്റുപറഞ്ഞിരുന്നില്ല. ആഹാനെ അവർ പിടിക്കപ്പെട്ടതല്ലാതെ ആഹാൻ ദൈവസന്നിധിയിലോ യോശുവയോടോ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ അനേകർ ദൈവസന്നിധിയിൽ തെറ്റുകൾ ഏറ്റുപറയാതെ സ്വന്തം ജീവിതത്തെ നശിപ്പിച്ച അനേകരുണ്ട്. നമുക്കറിയാം, എലീശയുടെ പ്രധാന ശിഷ്യനായ ഗേഹസി. എലീശ കഴിഞ്ഞാൽ അടുത്ത് ശക്തമായ ശുശ്രൂഷ ചെയ്യേണ്ടത് ഗേഹസിയാണ്. എന്നാൽ ഗേഹസിക്ക് എന്താണ് സംഭവിച്ചത്? ഗേഹസി നയമാനിൽ നിന്നും വിലപ്പെട്ടത് വാങ്ങിയപ്പോൾ അവൻ ഒരുപക്ഷെ തെറ്റുകളൊക്കെയും ഏറ്റുപറയാനുള്ള സമയമുണ്ടായിരുന്നു. എലീശ ചോദിക്കുമ്പോഴും അവന്റെ തെറ്റിനെ മറച്ചു വെച്ചപ്പോൾ അവൻ എന്താണ് സംഭവിച്ചത്? നയമാന്റെ കുഷ്ഠം അവന് വന്ന് പകുപ്പാനിടയായി. വീണ്ടും പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ ലഭിക്കുമായിരുന്നു. എന്നാൽ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞില്ല. പഴയ നിയമത്തിൽ കയ്യൻ, അങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് കൃപകളും ദൈവസാധ്യവും ഒക്കെ തിരിച്ചെടുത്ത ഒരു ഭക്തനുണ്ട്, ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ തെറ്റുകൾ ഇറക്കി വെച്ചു. ദൈവസന്നിധിയിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോൾ അവന്റെ പാപമൊക്കെയും ദൈവം ക്ഷമിപ്പാനിടയായി.
ഭക്തൻ പ്രാർത്ഥിച്ചത് പ്രകാരമാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന്. ശ്രദ്ധിക്കണമേ, ആ പ്രാർത്ഥന എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. നാം വെറും ഒരു മണ്ണാണ്, മൺകൂടാരമാണ്. എന്നാൽ വിലപ്പെട്ട, നമുക്ക് അർഹതയില്ലാത്ത പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വ്യാപരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്നത് നമ്മുടെ പാപം കാരണമെന്ന് ഓർക്കണം. ആ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഓർക്കണം. ആമേൻ. ഒന്നിനും യോഗ്യരല്ലാത്ത നമ്മിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവയെ സൂക്ഷിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നടക്കേണ്ടത് ആമേൻ നമ്മുടെ കടമയാണ്. അതിനെ നാം ഓരോ നിമിഷവും നമ്മുടെ തെറ്റുകളെ ദൈവസന്നിധിയിൽ നാം ഇറക്കി വയ്ക്കണം. ഭക്തനായ ദാവീദിനെ പോലെ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ഭക്തനായ ദാവീദിനോട് ചോദിച്ചാൽ ഭക്തനായ ദാവീദ് ഇപ്രകാരം വിളിച്ചു പറയും, പരിശുദ്ധാത്മാവ് ഭക്തനിൽ വ്യാപരിച്ചത് കൊണ്ടാണ് ഗദ്യനായ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ സാധിച്ചത്. പരിശുദ്ധാത്മാവ് ഭക്തന്റെ മേൽ വ്യാപരിച്ചത് കൊണ്ടാണ് അനേകം യുദ്ധങ്ങളെ ഭക്തൻ വിജയിച്ചത്. ഇവിടെ ആഖാന്റെ തെറ്റിനാൽ ഹായി പട്ടണം എന്ന ചെറിയ പട്ടണം പോലും വിജയിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. അതിനാൽ സകല പാപങ്ങളെയും സകല ഭാരങ്ങളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിമിഷം ഇറക്കി വെക്കാം. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവ് നമ്മുടെ സകല പാപങ്ങളെയും കഴുകിക്കളയും. നാം ജീവനോടുകൂടി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ തെറ്റുകളെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത്, തുടർച്ചയായിട്ട് പരാജയങ്ങൾ സംഭവിക്കുന്ന സ്ഥാനത്ത്, ജീവിതത്തിൽ ഭാരങ്ങളും നിരാശകളും ഏറിയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം വിട്ട് അകന്നകന്ന് മാറുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ നിമിഷം ദൈവസന്നിധിയിൽ സകല പാപങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം. ആ പരിശുദ്ധാത്മാവിനെ തിരിച്ചു വീണ്ടെടുപ്പാൻ, ദൈവസന്നിധിയിൽ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവശക്തിയാൽ പ്രയോജനമുള്ളവരായി മാറാൻ, അഭിഷേകത്താൽ നിറയാൻ, അനേക യുദ്ധങ്ങൾ ജയിക്കുവാൻ, ഇന്നേ വരെ വിജയിക്കാത്ത അനേകം മേഖലകളിൽ വിജയിച്ചു മുന്നേറുവാൻ ദൈവവചനം ശ്രവിക്കുന്ന സകലരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.